ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യുവതികൾ പ്രസവത്തിന് ശേഷം ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്ന് പുനരാരംഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു അറിവ് പകർന്നു നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. പ്രസവാനന്തര ലൈംഗികത മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടുപോവാം. വളരെ കുറച്ചു മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പ്രസവാനന്തര ലൈംഗികത. കുഞ്ഞിൻ്റെ ജനനത്തിനു ശേഷം ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളിലൂടെ ഓരോ സ്ത്രീയും കടന്നു പോകുന്നുണ്ട്. പ്രസവശേഷമുള്ള സമയങ്ങളിൽ കുഞ്ഞിനെ പരിപാലിക്കുന്നതിലാവും ദമ്പതികളുടെ ശ്രദ്ധ. ആ സമയത്ത് ലൈംഗികത ഏഴയലത്തു പോലും ഉണ്ടാകില്ല. എന്നാൽ പുതിയൊരു ദിനചര്യയിലേക്ക് ചിട്ടയോടെ വന്നു കഴിയുമ്പോൾ വീണ്ടും ലൈംഗികത നമ്മളിൽ മുളപൊട്ടി വരുന്നതാണ്. അപ്പോഴാണ് ദമ്പതികൾ ലൈംഗികതയെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു തുടങ്ങുന്നത്. അതുകൂടാതെ പ്രസവശേഷം ലൈംഗിക ബന്ധത്തിൽ സുരക്ഷിതമായി എപ്പോൾ ഏർപ്പെടാം എന്നത് പ്രസവത്തോടും അതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം ആശ്രയിച്ചിരിക്കും, ആ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. വീണ്ടും ലൈംഗികതയിൽ ഏർപ്പെടാൻ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. പ്രസവം കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞ് ബന്ധപ്പെടാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും 4 മുതൽ 6 ആഴ്ച വരെ ലൈംഗിക ബന്ധം ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നത്. സ്വാഭാവിക പ്രസവമാണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഇതേ കാലയളവ് ലൈംഗികതയിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ സമയത്ത് പല സങ്കീർണതകൾക്കും സാധ്യതയുള്ളതിലാണ് അങ്ങനെ പറയുന്നത്. ഈ അല്പകാലത്തെ കാത്തിരിപ്പ് സ്ത്രീയുടെ ശരീരത്തിന് സുഖപ്പെടാനുള്ള ഒരു സമയം നൽകുക കൂടിയാണ് ചെയ്യുന്നത്. പ്രസവാനന്തരമുള്ള ഡിസ്ചാർജ്, യോനിക്ഷതം ഇവ കൂടാതെ സ്ത്രീകൾക്കുള്ള ക്ഷീണം, പിന്നെ യോനി വരൾച്ച, പിന്നെ വേദന, കുറഞ്ഞ ലൈംഗികാസക്തി ഇവയും എല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. യോനിക്ഷതം ഉണ്ടായിട്ടുണ്ടെങ്കിലും ശസ്ത്രക്രിയ ആവശ്യമെങ്കിലും കുറച്ചുകൂടി കാലതാമസം വേണ്ടിവരും, ഇതിനെ കാത്തിരിക്കേണ്ടതായിട്ട് വരും നമ്മൾ. അതുകൂടാതെ ഹോർമോൺ മാറ്റങ്ങൾ യോനിയെ വരണ്ടതും മൃദുലവും ആക്കും. പ്രത്യേകിച്ച് മുലയൂട്ടുന്നവരിൽ പ്രസവ സമയത്ത് യോനിയിൽ കീറലോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിയായ വേദന ഉണ്ടാകും. പ്രസവാനന്തരത്തിന് ശേഷമുള്ള ലൈംഗികത എന്ന് പറയുന്ന സ്ത്രീകളിൽ പല രീതിയിലുള്ള ചിന്തകളെ ആശ്രയിച്ചിരിക്കും. അവരുടെ ആരോഗ്യം, പിന്നെ ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത, അതിനെല്ലാം ആശ്രയിച്ചിരിക്കും. പങ്കാളിയുമായി പഴയ രീതിയിൽ ലൈംഗികമായ അടുപ്പം തുടരാൻ സ്ത്രീകളുടെ ഒരു വൈകാരികമായ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അവർ മാനസികമായിട്ട് കുറച്ച് സമയം എടുക്കുന്നതാണത്. അതുകൂടാതെ ഒരു അമ്മയുടെ റോളിലേക്കുള്ള മാറ്റം, ഒരു അമ്മ എന്ന രീതിയിൽ, ഒരു സെക്ഷൽ ബീയിങ് എന്ന രീതിയിലും തന്നെ ബാലൻസ് ചെയ്യാനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പ്, അതിനൊരു കുറച്ച് സമയം എടുക്കും. അതുകൂടാതെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ, മുലയൂട്ടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് വരുന്ന ക്ഷീണവും അതുകൊണ്ടുണ്ടാകുന്ന ഉറക്കക്കുറവും എല്ലാം ഇവരെ ഇത് ബാധിക്കുന്നതാണ്. അതുകൂടാതെ ചിലർക്കുണ്ടാകുന്ന ഒരു വിഷാദ രോഗം, പ്രസവാനന്തരം ചിലർക്കുണ്ടാകുന്ന വിഷാദം, പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ട്രോമ മൂലം യോനിക്കും ഉണ്ടാകുന്ന ക്ഷതം, അതുമൂലം ഉണ്ടാകുന്ന വേദന, യോനികൾക്കുണ്ടാകുന്ന വേദനയും ഇതിലൊരു മൂല കാരണമാണ്. ഇനി നമുക്ക് പ്രസവശേഷവും ലൈംഗികത ആനന്ദകരമാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. വേദന അകറ്റാനായിട്ട് വേദനയ്ക്ക് ആശ്വാസമേകാനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടത്. ചൂടുവെള്ളത്തിൽ കുളിക്കാം. ലൈംഗിക ബന്ധത്തിന് മുമ്പ് മൂത്രസഞ്ചി ഒന്ന് കാലിയാൽ നന്നായിട്ട് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വരാം. ലൈംഗിക ബന്ധത്തിൽ പുകച്ചിൽ തോന്നുന്നു ചെറിയ തുണിയിൽ ഐസ് വേദനയുള്ള ഭാഗത്തെല്ലാം വെച്ചാൽ ഒരാശ്വാസം ലഭിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാം. യോനി വരൾച്ച അകറ്റാൻ ഇത് സഹായിക്കും. അതുകൂടാതെ ആദ്യമായിട്ട് നമുക്ക് ഒരു ഇൻ്റർകോഴ്സിന് പകരം ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ പരസ്പരം സംസാരിച്ച് എന്താണ് നല്ലത് ചീത്ത എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുകൂടാതെ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ക്ഷീണവും ഉത്കണ്ഠവും ഇല്ലാതിരിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് ലൈംഗികതയ്ക്കായി സമയം കണ്ടെത്താം. പുതിയതായി എത്തിയ കുഞ്ഞുമായി ജീവിതം തുടങ്ങുമ്പോൾ ലൈംഗികതയ്ക്ക് കൂടുതൽ അടുപ്പം പങ്കാളികൾക്കുണ്ടാകും. ലൈംഗിക തൃഷ്ണ ഇല്ലെങ്കിലോ
ലൈംഗിക വേദന ഉണ്ടാക്കും എന്ന ഭയം ഉണ്ടെങ്കിലും പരസ്പരം സംസാരിക്കുകയും ലൈംഗിക ബന്ധത്തിന് തയ്യാറാകുന്നത് വരെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അടുപ്പം നിലനിർത്തുകയും ചെയ്യാം. കുഞ്ഞില്ലാതെ ഒരുമിച്ച് സമയം ചെലവഴിക്കുക രണ്ടുപേരും, അല്ലെങ്കിൽ രാവിലെയോ കുഞ്ഞുറങ്ങിയതിനു ശേഷം ഏതാനും മിനിറ്റുകളാണെങ്കിൽ കൂടി ഒരുമിച്ച് ചെലവിടച്ച് സ്നേഹം പങ്കുവയ്ക്കുക. ഇത്രയുമായി ആയിട്ടും നമുക്ക് ഒരു ലൈംഗിക ബന്ധത്തിന് പ്രയാസം ആണെങ്കിൽ ഒരു വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. അതിന് വിശപ്പില്ലായ്മ, ക്ഷീണം, സന്തോഷമില്ലാതിരിക്കുക, ഇതെല്ലാം ഒരു വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവയുണ്ടെങ്കിൽ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടേണ്ടതാണ്. കൃത്യമായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതാണ്. ഗർഭധാരണത്തിന് ശേഷമുള്ള ലൈംഗികതയിൽ ജനന നിയന്ത്രണ മാർഗങ്ങൾ പ്രധാനമാണ്. അതായത് മുലയൂട്ടുന്ന സമയങ്ങളിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. വൈകാരികമായ അടുപ്പം പുലർത്തി ദീർഘകാലം ഒരുമിച്ചു കഴിയേണ്ടവരാണ് പങ്കാളികൾ എന്നതുകൊണ്ട് തന്നെ പ്രസവാനന്തര സമയങ്ങളിൽ നല്ല ശ്രദ്ധയും പരിചരണവും സ്ത്രീക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.